നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവന്തിക എന്താ ഈ പറഞ്ഞു വരുന്നത്? എന്റെ മോള് മാത്രം കുറ്റക്കാരിന്നാണോ? ഈ നിൽക്കുന്നവൻ ഞങ്ങളുടെ വീട്ടുനട വന്ന് പറഞ്ഞതാ. സേതുവിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി ആതിരെ പെണ്ണ് ചോദിക്കാൻ അങ്ങോട്ട് വരാന്ന്. എന്താ സന്ദീപൻ, നീ പറഞ്ഞില്ലേ? എന്റെ മോളെ ഞാൻ ന്യായീകരിക്കല്ല, പക്ഷെ അവളെ മാത്രം കുറ്റപ്പെടുത്താൻ പറ്റില്ല. എന്റെ മോളുടെ മനസ്സിനെ വിഷമിപ്പിച്ച് അവൾക്ക് നഷ്ടപ്പെടാനുള്ളത് മുഴുവൻ നഷ്ടപ്പെടുത്തിയിട്ട് ഇവൻ അനഘയെ കെട്ടാൻ തയ്യാറായി. അതെന്ത് കാരണം കൊണ്ടായാലും ഇവൻ എന്തിനാ ഈ വിവാഹത്തിന് സമ്മതിച്ചത്? അപ്പൊ നിങ്ങളുടെ ഈ ചെറുക്കനെ ഞങ്ങൾ ഏത് കൂട്ടത്തിൽ കൂട്ടണം? ഞങ്ങൾ പാവങ്ങളാണെന്ന് കരുതി തലേ കയറുന്നതിന് അതിലുണ്ട് അവന്തിക്ക്. നിൽക്കുന്നു നിന്നെ ചതിച്ചവൻ. ചോദിക്കണേ അങ്ങോട്ട്, എന്തിനാ നിന്നെ ചതിച്ചതെന്ന്? ഞങ്ങൾ ഇവളെ മര്യാദയ്ക്ക് തന്നെയാ വളർത്തിയത്. ഇവൾ ഓരോന്ന് പറഞ്ഞപ്പോ മയങ്ങി വീണെങ്കിലേ അത് നിങ്ങൾ തന്നെ ഓർത്തു നോക്കിയാ മതി എന്ത് കാരണം കൊണ്ടാന്ന്. എന്തൊക്കെ നിന്ന് ന്യായീകരിച്ചാലും ഇവനെ കുറ്റപ്പെടുത്തിയാലും വിവാഹത്തിന് മുന്നേ ഒരാളോടൊപ്പം താമസിക്കേ അതില് ഗർഭിണിയാവുകയും ചെയ്യാന്ന് പറഞ്ഞ നിങ്ങളുടെ മോളെ പതിവൃതയാണെന്നൊന്നും അല്ലല്ലോ അതിനർത്ഥം. ഇപ്പൊ തൃപ്തിയാലോടോ നിനക്ക്? എന്റെ അനിയത്തിയുടെ ജീവിതം നശിപ്പിച്ച് അവളെ ഈ അവസ്ഥയിൽ എത്തിച്ചപ്പോ നിനക്ക് മതിയായോ? ഞാൻ നിന്നെ ഇവിടെ ഇട്ട് തല്ലാത്തത് നീ ചെയ്ത തെറ്റ് അതേപടി എന്റെ അനിയത്തി ചെയ്തുകൊണ്ടാ. ഇവൻ എന്ത് തെറ്റിയതെന്നാ നിങ്ങളൊക്കെ പറയുന്നേ? ഇവനൊരാണാ. നിങ്ങളുടെ മോളുടെ സംസാരത്തിൽ ഇവൻ വീണുപോയെന്ന് വരും. ഇവളെന്താ ബോധമില്ലാതെ നടക്കണം? വിവാഹം കഴിഞ്ഞിട്ടില്ലെന്നും മറ്റൊരാളുടെ കൂടെ പോകുന്നത് തെറ്റാണെന്നും മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ലേ ഇവക്ക്? അതിന് ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ടില്ലെന്ന് ഏട്ടത്തിയോട് ആര് പറഞ്ഞു? സന്ദീപിന്റെ ആതിരയുടെ വിവാഹം കഴിഞ്ഞു. ഈ നിമിഷവും ഇവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാര് തന്നെയാ. ഞാനാ ഇവരുടെ വിവാഹം നടത്തിക്കൊടുത്തത്. അതും സന്ദീപ് ആതിരെ ആവശ്യപ്പെട്ടിട്ട് തന്നെ. അത് സൗകര്യം പോലെ എല്ലാരോടും പറയാന്ന് കരുതിയെങ്കിലും പറ്റില്ലെന്നേ ഉള്ളൂ. നീ അപ്പൊ എന്നെ ചതിക്കായിരുന്നല്ലേ? കൊല്ല ഞാൻ നിന്നെ. നീ എന്തേ കാണിക്കുന്നേ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എന്റെ കഴുത്തിൽ താലി കെട്ടാൻ ഇരുന്ന ഇവൻ മറ്റൊരുത്തെ രഹസ്യമായി വിവാഹം കഴിച്ച് ഗർഭിണിയാക്കിയിട്ട് പിന്നെ ഞാൻ മിണ്ടാതിരിക്കണോ? നീ ഇതിനനുഭവിക്കും സന്ദീപ്, അനുഭവിക്കും. നോക്കിക്കോ. അച്ഛാ മിണ്ടരുത് നീ. ഈ കുടുംബത്തെയും എന്നെയും ഈ നിൽക്കുന്നവരെയൊക്കെ ചതിച്ചിട്ട് വീണ്ടും നിന്ന് വർത്തമാനം പറയുന്നു. ഇവനും ഇവളും വന്നു പറഞ്ഞ ഉടൻ നീ എല്ലാം അങ്ങ് നടത്തി കൊടുക്കാനിരിക്കുവാണെങ്കിൽ പിന്നെ ഈ ഞങ്ങളൊക്കെ എന്തിനാണ്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.